പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം അപകടാവസ്ഥയിലായതോടെ ഇടുക്കി ആൻഡോപുരത്തെ ജനങ്ങൾ ദുരിതത്തിൽ. സ്കൂളുകളിലേക്കും പ്രധാന ടൌണുകളിലേക്കും ഉൾപ്പെടെ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഈ PWD റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യം. വാത്തിക്കുടി മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 35 വർഷം പഴക്കമുള്ള പാലമാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ തോട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ പാലത്തിന്റെ അപ്രോച്ച് കല്ലിങ്ക് തകർന്നു. പാലം ഏതാണ്ട് 35 വർഷം മുമ്പ് പണിതൊരു പാലമാണ്. ദിവസേന 100-200 വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ 5-6 സ്കൂളിന്റെ വണ്ടികൾ ഇതിലെ പാസ് ചെയ്യുന്നുണ്ട്. കുമരകം കമ്പം ആലപ്പുഴ മുതൽ ദേശീയപാത തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ ഈ പാലത്തിന്റെ ഭാഗികമായി ഇടിഞ്ഞിരുന്ന ഭാഗമാണ്. ബാക്കിങ്ങൾ തകർന്നു പോയി ഇപ്പോൾ നടക്കാൻ പോലും ധൈര്യപ്പെട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാലത്തിന്റെ അവസ്ഥ. ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പോൾ പാലം. ഈ പാലത്തിന്റെ അവസ്ഥ ഇപ്പം വളരെ ഗുരുതരമാണ്. കോൺക്രീറ്റ് വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല വളരെ ഡേഞ്ചറാണ്. ഒരു വാഹനത്തിന് പോലും കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. 5ലധികം സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്ര പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ സ്കൂളിലും പള്ളിയിലൊക്കെ പോകുന്ന ഈ പാലം കടന്നാണ്. അപ്പോൾ ഈ പാലം പൂർണ്ണമായിട്ടും പോയാൽ ഞങ്ങൾ കുറേ ദൂരം നടന്നിട്ട് വേണം ഞങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിലും പോകാൻ. അപ്പോൾ പെട്ടെന്ന് പാലം റെഡിയാവുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലിൽ പുതിയ പാലം അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.